ഹായ് ഗായ്സ്, ഇത് വന്നിട്ട് എൻ്റെ പേഷ്യൻറ്റിൻ്റെ വീടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഞാനവിടെ ചെന്നപ്പം ഇങ്ങനെ മുന്തിരി പഴുത്ത് കിടക്കായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ പറിച്ച് കഴിച്ചു കിട്ടാ. നല്ല പുളിയായിരുന്നു. എന്ന് വെച്ചാൽ നല്ല മധുരവുമാണ്. നമ്മൾ ആദ്യം തന്നെ വായിലേക്ക് വെക്കുമ്പോൾ ഒരു പുളിയായിരിക്കും, അത് കഴിഞ്ഞിട്ടാണ് ചെറിയ മധുരം. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വൈൻ കിട്ടുന്ന മുന്തിരിയില്ലേ, അതിൻ്റെ ടേസ്റ്റാണ്. അത് തന്നെയാണ് ഈ സംഭവം കേട്ടോ. ഈ ടൈപ്പ് മുന്തിരി ഇവിടെ അങ്ങനെ കഴിക്കാറില്ല ആരും അങ്ങനെ. പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ മുന്തിരി. റേറ്റ് കൂടുതലാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒബ്വിയസ്ലി റേറ്റ് കൂടുതലായിരിക്കുമല്ലോ, അതുപോലെ കൂടുതലാണ്. എൻ്റെ പേഷ്യൻസ് ഇത് നോക്കാറേ ഇല്ല. ഇത് അവിടെ കിടന്നിങ്ങനെ പഴുത്ത് ചീഞ്ഞ് താഴെ വീണിങ്ങനെ കിടക്കും. അവരത് മൈൻഡ് ചെയ്യാറില്ല. എനിക്കും വലിയ താല്പര്യമില്ല കേട്ടോ ഈ ടൈപ്പ് മുന്തിരി. കാരണം എൻ്റെ ചുണ്ട് ചൊറിയും ഇത് കഴിക്കുമ്പോൾ. അതുകൊണ്ട് ഞാനും മൈൻഡ് ചെയ്യാറില്ല. വല്ലപ്പോഴൊക്കെ ഒരെണ്ണമൊക്കെ അതിൽ നിന്ന് പറിച്ച് കഴിച്ചാലേ ഉള്ളൂ. ഇക്കാണുന്ന തക്കാളിയുടെ ചെടിയുടെ തൈ ഫുള്ള് ഞാൻ കൊടുത്തതായിരുന്നു കേട്ടോ. വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തതാണ്. പക്ഷെ എന്ത് കാര്യം, ഇവരും ഇതുപോലെ തന്നെ കഴിക്കില്ല. ഇങ്ങനെ ഉണ്ടാകും, ചീഞ്ഞങ്ങ് പോകും. ഈ കുമ്മട്ടിങ്ങയുടെ തൈയും ഞാൻ തന്നെ കൊടുത്തതാണ്. തണ്ണിമത്തൻ എന്ന് പറയും നമ്മുടെ നാട്ടിലെ. അപ്പം ഇതും ഞാൻ തന്നെ കൊടുത്തതാണ്. പിന്നെ അതങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ലായിരിക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണേന്ന് തോന്നുന്നു. അവരെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് എന്തോരം വെള്ളം ഒഴിച്ചാലും കാര്യമില്ല. ഇത് അവർ വാങ്ങിയ തയ്യാട്ടോ, വാങ്ങി നട്ട തയ്യായിരുന്നു ഈ കാണുന്ന തക്കാളികളൊക്കെ. പല ടൈപ്പ് ടൊമാറ്റോസ് ഉണ്ട് ഇവിടെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാമായിരിക്കും. ഒന്ന് നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ, പിന്നെ നമ്മൾ സാലഡിലൊക്കെ ഇടുന്ന പോലത്തെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളറിലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ തക്കാളി. എനിക്കിവർ തരാറുണ്ട് കേട്ടോ. പിന്നെ അവരിങ്ങോട്ട് എന്നോട് ചോദിക്കുമ്പോൾ മാത്രം ഞാൻ ഓക്കെ എന്ന് പറയാറുള്ളൂ, അല്ലാണ്ട് ഞാൻ ഒരിക്കലും അങ്ങോട്ട് ചോദിക്കാറില്ല. ഇത് വന്നിട്ട് നമ്മുടെ അത്തിപ്പഴമാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ സത്യത്തിൽ ഇതിന്ന് ആദ്യമായിട്ടാണ് പറിച്ച് കഴിക്കുന്നത്. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറിച്ച് കഴിച്ചത്. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഇത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു എന്ന് തന്നെ അറിഞ്ഞത്. നല്ല വെയിലിവിടെ നമ്മുടെ അത്തിപ്പഴം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അതിന് ഇതിനൊരു കറിയുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒത്തിരി പൈസയാവേ. വേണ്ട, അതിൻ്റെ ഉള്ളിൽ വേണ്ട. വേറൊരു സംഭവം കാണിച്ചു തരാവേ. കൈയൊക്കെ ചെയ്തൊരു മിനിറ്റ്. അത് മറ്റേ റോസ് മരീനുമാണ്. നമ്മുടെ ബിരിയാണിയിലൊക്കെ എനിക്കറിയത്തില്ല നാട്ടിൽ എന്തിനും ഉപയോഗിക്കണേന്ന്. ഞാൻ പ്രതീക്ഷിക്കുന്നു ബിരിയാണിയിലിടുമെന്ന്. ഭയങ്കര സ്മെല്ലാട്ടെ. ഇതൊക്കെ ചിക്കനൊക്കെ വറുക്കുമ്പോൾ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റും ഭയങ്കര ഫ്ലേവറാണ് ഈ സംഭവത്തിന്. ഇപ്പോൾ നാട്ടിൽ മറ്റേ മുടിയൊക്കെ വളരാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് വൈറലായ വീഡിയോസൊക്കെ കാണുന്നില്ലേ, അതിൽ ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇവിടെ ചുമ്മാ ഇങ്ങനെ ഉണ്ടായി കിടക്കൂട്ടാ. ആ ഇറ്റലിയുടെ ക്ലൈമറ്റ് കൊണ്ടാണ് തോന്നുന്നത്. ഇപ്പം കഴിച്ചതാണ്. ഈ മരത്തിൽ നിന്നാണ് നമ്മൾ അത്തിപ്പഴം പറിച്ചത്. കണ്ടോ, ഉണ്ടെന്നോ? ആ മേളിലൊക്കെ ഉണ്ട്. ആരെ കൊണ്ട് പറിക്കാൻ പറ്റും? വേണ്ട, എവിടെയൊക്കെ ഉണ്ടായി കിടക്കണുണ്ടോ. ഇതാണ് നമ്മുടെ ഹേസൽനട്ടിൻ്റെ മരം. ഹേസൽനട്ട് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാൻ കാണിച്ചു തരാം. വേണ്ടോ, ഇങ്ങനെ ഇത് സംഭവം ഉണങ്ങി കഴിയുമ്പോഴാവണത്. ഇതുപോലെ തന്നെ മേളിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലതേ. കണ്ട, ഇത് ഇവിടെയൊക്കെ ഉണ്ടായി നിൽക്കണണ്ട. അവിടുത്തെ എങ്ങനെ കാണാൻ പറ്റും നോക്കട്ടെ. എനിക്കും കാണാൻ പറ്റില്ല വീഡിയോയിൽ. ഉണ്ട് മേകളിൽ. ഏക്കോ ഇതേണ്ട ഹേസൽനട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട. ഇഷ്ടമാതിരി ഉണ്ട് കേട്ടാ. താഴെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റിയിരിക്കും. ഇതേണ്ട കിടക്കുന്നുണ്ട. ഇഷ്ടമാതിരി കിടക്കുന്നുണ്ട്. ഇവരാരും പറിച്ച് കഴിക്കാറൊന്നുമില്ല ഈ സംഭവം. ഈ ഹേസൽനട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് അറിയാമോ? നമ്മുടെ ന്യൂട്ടെല്ലയിലൊക്കെ ഇടുന്ന സംഭവമില്ലേ, അത് ചുട്ടൊക്കെ കഴിക്കാൻ നല്ലതായിട്ടിത്. ഞാൻ ഒരു പ്രാവശ്യം ഇത് പറിച്ചിട്ടുണ്ടായിരുന്നത്. വേണ്ട, ഇത് വന്നിട്ട് ഇവരുടെ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ആയിട്ട് വരും. ഈ ബാക്ക് സൈഡിലാണ് ഈ കാണുന്ന മുന്തിരി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കണ്ടത് നമ്മളെ ഫ്രണ്ടിലേ ആയിരുന്നു കേട്ടോ. ഇനി ഇപ്പം ഈ കാണിക്കുന്ന ആ ഇല കണ്ടോ, ഇത് ഞാനൊരു ഷോട്ടിൽ മറ്റേ ബിയറും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ ഈ ഇല കൊണ്ടും അതങ്ങ് ഉണ്ടാക്കും കേട്ടോ. ഈ ഇല അതിൽ മുക്കിയിട്ട് അതേപോലെ തന്നെ ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഞാനിതുവരെയായിട്ടും ചെയ്തിട്ടില്ല. ഒരു ദിവസം ചെയ്യണം എനിക്കിത്. അടുത്തത് വന്നിട്ട് നമ്മുടെ നാരകമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നാരകം എന്നല്ല ഇവിടെ സത്യത്തിൽ പറയുന്നത്, പക്ഷേ ഞാനും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതിൽ നിറച്ച് നാരങ്ങ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സാധാരണ ഇറ്റലിയിൽ കണ്ടുവരുന്ന നാരങ്ങയിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമ്മൾ ഇറ്റലിയിൽ പൊതുവേ കാണുന്ന ഒരു സംഭവമാണ് ഒലിവ്. അപ്പോൾ അവർക്ക് ഒലിവും ഉണ്ട്. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇത് പച്ച കളർ ഒലിവാട്ടോ. അവർക്ക് ബ്ലാക്ക് കളറിലും കൂടി ഉണ്ട്. അത് അപ്പുറത്തെ സൈഡായിട്ട് വരും. എനിക്ക് പിന്നെ അവിടെ പോകാനുള്ള മടിയും കൊണ്ട് ഞാൻ എടുത്തില്ല. ആകെ 2 മണിക്കൂറാണ് ഡ്യൂട്ടി. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോയും കൂടി എടുക്കണം. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു.
ഈ വീട്ടിലെ പേഷ്യൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം വരാം. ഇത് വന്നിട്ട് അവരുടെ വീട്ടിലൊരു അംഗമാട്ടോ. ആളിച്ചിരി കെളിപ്പനാണ്, ഞാനൊരു ഷോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ആളുടെ വീക്ക്നെസ് എന്ന് വെച്ചാൽ ഫുഡാണ്. ഒരു ഫുഡ് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ, എന്തെങ്കിലും എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ അവിടെ മയങ്ങി വീണോളും. ഇയാൾ ഇവിടെ വരുന്ന എല്ലാ സ്റ്റാഫുമാരെയും കടിക്കും. ഇവിടെ വരുന്ന ഫിസിയോതെറാപ്പിസ്റ്റ്, ഡോക്ടേഴ്സ്, അവരെല്ലാവരെയും കടിക്കാറുണ്ട് ആൾ. എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരു കടിയല്ല, എനിക്ക് തോന്നുന്നു ഒരു 3 കടിയെങ്കിലും കിട്ടിയിട്ടുണ്ടാവുന്നു. പക്ഷെ ഷൂലാണ് കടിക്കുന്നത്, അതുകൊണ്ട് നമുക്കത് കേൾക്കില്ല. ആ ഒരു എളിമയോടുള്ള നിപ്പ് കണ്ട ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നോക്കണത്. ഇത് വന്നിട്ട് അടുത്ത ആളാട്ടോ. ഇവർക്ക് ഒരു പട്ടിയും 6 പൂച്ചയും ഉണ്ട്. വിന്റർ ആക്കുമ്പോഴാണ് ഞാൻ എല്ലാ പൂച്ചകളും കൂടി ഒരുമിച്ച് കാണാറുള്ളത്, അല്ലാത്തപ്പോൾ പൊതുവെ കാണൽ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.